ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ടീ കേക്ക് ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ മിക്സിയിൽ കറക്കിയെടുത്തിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മൈദ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുകയാണ്. അതിലെന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ കേക്ക് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 പ്രാവശ്യമെങ്കിലും ഒന്ന് ജസ്റ്റ് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമ്മൾ നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇവിടെ 2 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് മാറ്റി വെക്കാം. ഇനി നമ്മൾ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 കപ്പ് തന്നെ കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത് തന്നെ മതിയാവും. ഇനി കുറച്ച് കുറയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് കുറച്ചെടുക്കാം. ഇനി ഇത് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. ഇനി കോഴിമുട്ടയുടെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ 2 എണ്ണം ആയാലും മതി കേട്ടോ. 2 ആണെങ്കിലും കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 100 ഗ്രാംസ് ബട്ടർ. അപ്പോൾ ബട്ടറൊക്കെ നമുക്ക് റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് മാറ്റി വെക്കുക. കോഴിമുട്ടയും ബട്ടറും രണ്ടും റൂം ടെമ്പറേച്ചറിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ടൈം മുമ്പ് തന്നെ പുറത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ളത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഈ കോഴിമുട്ടയുടെ ഫ്ലേവർ മാത്രമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം നമ്മളിനി ഇതിലേക്ക് മൈദപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്താലേ പറ്റുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അരിപ്പ കൊണ്ട് എടുത്ത് മാറ്റി വെച്ചിരുന്ന പൊടി ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാം കൂടി ഒന്നിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല. അത് കട്ട പിടിച്ച് പോവത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല സ്പീഡിൽ അങ്ങോട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണ്ട. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. ഇനി നമുക്കിത് കേക്ക് ഉണ്ടാക്കാനുള്ള മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള കേക്ക് മോൾഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ടീ കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ മോൾഡ് ഇല്ലെങ്കിൽ റൗണ്ടിലുള്ളതോ അല്ലെങ്കിൽ സ്ക്വയർ ഉള്ളതോ ഏതാണുള്ളത് വെച്ചാൽ അതെടുത്താൽ മതി. അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏത് മോൾഡായാലും പ്രശ്നമില്ല, നമുക്കതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് അല്പം ബട്ടർ ഇട്ടിട്ട് ഒന്ന് തടവി കൊടുക്കാം, അല്ലെങ്കിൽ കേക്ക് അടി പിടിച്ച് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബട്ടറോ ഓയിലോ എന്തെങ്കിലും വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തേക്കാം. ഞാനിവിടെ എല്ലാ സൈഡിലും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അടിയിൽ ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. കേക്ക് അടി പിടിച്ച് പോവാതിരിക്കാനും പെട്ടെന്ന് വിട്ട് വരാനും വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ താഴെ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബട്ടർ പേപ്പർ വേണമെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കേക്ക് കിട്ടും. ഇനി അത് ബട്ടർ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തേക്കാം. എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് മൈദപ്പൊടി ഇട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്തേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് അടി പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിരുന്ന. അപ്പോൾ ഞാനിവിടെ കേക്ക് മിക്സ് മൊത്തത്തിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കുക. കാരണം അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓവൺ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതേപോലത്തെ ഒരു നോൺ സ്റ്റിക്ക് വെച്ചിട്ട് അതിലൊരു തട്ട് വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ
അപ്പോൾ നമുക്ക് ഈ നോൺ സ്റ്റിക്കിന് അടിയിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രം കേടാവുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ. പക്ഷെ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഇല്ലാതെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ഞാനിങ്ങനെ തന്നെയാണ് എപ്പോഴും ബേക്ക് ചെയ്ത് വെക്കാറ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഓവണൊക്കെ സാധാരണ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കേക്ക് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം എന്തായാലും ചൂടാക്കണം കേട്ടോ. അത് മറന്നു പോകരുത്. അത് മസ്റ്റായിട്ടും വേണം. അല്ലാതെ നേരിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിത് വെച്ച് കൊടുത്തത്. ഇനി ഇതൊരു 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ എടുക്കും ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ നോക്കാം. 40 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് തുറന്ന് നോക്കാം കേട്ടോ. അതിന് മുമ്പ് ഇങ്ങനെ തുറന്ന് നോക്കി കളിച്ച് കഴിഞ്ഞാൽ കേക്കിൽ കുഴിയൊക്കെ വരും. അപ്പോൾ ഒരു 45 മുതൽ 50 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലല്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ എന്നാലും നന്നായിട്ട് ബേക്ക് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് ഇവിടെ ഇപ്പം 48 മിനിറ്റ് ആയിട്ടുണ്ട് എനിക്ക് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒരു കൊള്ളിയൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ഇത് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയിട്ട് വേണം കേക്ക് മോൾഡിൽ നിന്ന് മാറ്റാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അതിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതേപോലെ കമത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നമുക്ക് ഈ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. കരിഞ്ഞിട്ടും ഒന്നും ഇല്ലാട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടീ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ കേട്ടോ, കാരണം കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ ഒന്ന് പിടിച്ചിട്ട് നല്ല കെയർഫുള്ളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ല, അതിൻ്റെ ഉള്ളൊക്കെ നല്ലതായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് ഇനി ഈ കേക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടീ കേക്ക് പോലെ സ്ക്വയറായിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല സോഫ്റ്റും ആണ് കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.